പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസിൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. 2024 പുതിയതായി ഹോട്ട്സ്റ്റാറിലൂടെ റിലീസായ കോമഡി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന മലയാളം വെബ് സീരീസാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ. നിതിൻ രഞ്ജി പണിക്കർ സംവിധാനം ചെയ്തിരിക്കുന്ന സീരീസിൽ സുരാജ് വെഞ്ഞാറമൂട്, ഗ്രേസ് ആൻ്റണി, ശ്വേത മേനോൻ, പ്രശാന്ത് അലക്സാണ്ടർ എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. ഒരു സീസണിലായി 6 എപ്പിസോഡുകളായാണ് സീരീസ് റിലീസായിരിക്കുന്നത്. സീരീസിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ 1970കളിലുള്ള ഒരു കഥയാണ് സീരീസ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു ജോലിക്കൊന്നും പോകാതെ ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്ന നാഗേന്ദ്രൻ എന്ന ഒരു വ്യക്തിക്ക് ഒരു സാഹചര്യത്തിൽ കുവൈറ്റിലേക്ക് പോയി വലിയ ഒരു പണക്കാരനാകണം എന്ന ഒരു ആഗ്രഹം വരികയാണ്. അതിനായി ഒരുപാട് പണം വേണമെന്നുള്ളത് കൊണ്ട് തന്നെ കൂട്ടുകാരനുമായി ചേർന്ന് ചില പദ്ധതികൾ തയ്യാറാക്കുന്നതും ആ പദ്ധതികളുടെ ഭാഗമായി അയാൾ പരിചയപ്പെടാനിടാവുന്ന കുറച്ച് സ്ത്രീകളും അതിനെ തുടർന്ന് പിന്നീട് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളുമൊക്കെയാണ് ഈ സീരീസിൻ്റെ ഇതിവൃത്തം. നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന സീരീസ് ഇപ്പോൾ മലയാളത്തിനോടൊപ്പം വ്യത്യസ്ത ഭാഷകളിലായി ഹോട്ട്സ്റ്റാറിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. 6 എപ്പിസോഡുകളിലായി റിലീസായിരിക്കുന്ന സീരീസിൻ്റെ എപ്പിസോഡുകളുടെ ഏവറേജ് ദൈർഘ്യം വരുന്നത് 30 മിനിറ്റുകൾക്കുള്ളിൽ മാത്രമാണ്. മുഴുവനായും ഒരു 3 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാവുന്ന ഒരു മിനി വെബ് സീരീസാണിത്. സ്റ്റോറി വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 70s കാലഘട്ടത്തിലൂടെ ഓരോ എപ്പിസോഡുകളിലായി ഓരോ സ്ത്രീ കഥാപാത്രങ്ങളെയും ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് സീരീസ് കഥ പറഞ്ഞു പോകുന്നത്. ആ ഒരു കാലഘട്ടത്തെ മേക്കിങ്ങിലൂടെയും മ്യൂസിക്കിലൂടെയും പെർഫോമൻസുകളിലൂടെയുമൊക്കെ മികച്ചതായി തന്നെ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നത്തെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയുമൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നതും കൊള്ളാമായിരുന്നു. എന്നാൽ ചിലയിടത്തൊക്കെ ഒരു നാടകമാണോ ഇത് എന്നുള്ള ഒരു ഫീലും സമ്മാനിക്കുന്നുണ്ട്. ഒരു കോമഡി ഡ്രാമ എന്ന രീതിയിലൊക്കെയാണ് സീരീസിനെ അവതരിപ്പിക്കാനായി ശ്രമിച്ചിരിക്കുന്നത് എങ്കിലും വലിയ രീതിയിൽ കോമഡികളൊന്നും വർക്കായിട്ടില്ല. കോമഡി, ഇമോഷൻസ്, ഫീൽ ഗുഡ്, എൻ്റർടൈനിങ് എന്നിങ്ങനെ ഏത് രീതിയിലെടുത്ത് നോക്കിയാലും ഒരു വിധത്തിലുമുള്ള എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് സീരീസ് നൽകിയതായി തോന്നിയില്ല. അവസാനത്തേക്കൊക്കെ കൊണ്ടുവന്ന എൻഡ് പഞ്ചും വലിയ ഒരു ഇമ്പാക്റ്റ് ഇല്ലാത്തതുപോലെയാണ് ഫീൽ ചെയ്തത്. സീരീസിൽ അഭിനയിച്ചവരുടെയൊക്കെ പെർഫോമൻസുകൾ തന്നെയാണ് സീരീസിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് തന്നെ പറയാം. അതിലുപരി മറ്റ് പ്രത്യേകതകളൊന്നും സീരീസിന് ഉള്ളതായി തോന്നിയില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ പെർഫോമൻസുകൾ കൊണ്ടും മേക്കിംഗ് കൊണ്ടുമൊക്കെ ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ചെറിയ ഒരു മിനി വെബ് സീരീസ് എന്ന നിലയിൽ സമയമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു ഏവറേജോ അതിൽ താഴെയോ നിൽക്കുന്ന ഒരു വെബ് സീരീസായാണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ അനുഭവപ്പെട്ടത്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഈ സീരീസ് ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. അതിനോടൊപ്പം കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.